ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മിനി കപ്പ് കുനാഫാസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ കുനാഫയുടെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. സെയിം ആ ഒരു രീതി തന്നെയാണ് ചെയ്യുന്നത്. മെഷർമെൻറ്റ്സിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് കുനാഫ കപ്സ് പാക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എനിക്ക് മൊത്തം 14 കുനാഫ കപ്സിന് ഓർഡറായിരുന്നു കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് മൊത്തം ഒരു 400 മുതൽ 450 ഗ്രാം കുനാഫ ഡവ് വേണ്ടി വന്നു. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 200 ഗ്രാം കുനാഫ ഡവാണ് എടുത്തത്. അപ്പോൾ 200 ഗ്രാമിന് 75 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് മെഷർമെൻറ്റ്സിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ബട്ടർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ഇതിൽ ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തതായിട്ട് ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി ഞാൻ കറക്റ്റ് ഇന്ന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എത്ര അളവെന്ന് മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. അപ്പോൾ ഈ പാൽപ്പൊടിക്ക് പകരം 2 ടേബിൾ സ്പൂൺ പാലെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് അടുത്ത് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഇതെല്ലാം കൂടി 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ആദ്യം കുറേശ്ശെ വെള്ളം എന്ന് പറയുമ്പോൾ നല്ല ചൂട് വെള്ളമായിരിക്കണം. ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു സ്റ്റൗ ടോപ്പിൽ വെക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസും 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് അങ്ങനെ റെഡിയാവും. പിന്നെ ഈ ഒരു സമയത്തിന് നമ്മളിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ അത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടണം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ്. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടും. അപ്പോൾ ഇതേ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ കറക്റ്റായിട്ട് റെഡിയായി വരും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുനാഫ സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കപ്പ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. 2-3 രൂപ അത്രയേ ഉള്ളൂ ഓരോ കപ്പിന്. അപ്പോൾ ഞാൻ കുറച്ച് ബൾക്കായിട്ടായിരുന്നു ഇത് വാങ്ങിച്ചത്. ഇനി നമുക്ക് ആദ്യം എല്ലാ കപ്പിലും ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുക. അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. പിന്നെ മുകളിൽ വീണ്ടും കുനാഫ ഡവിൻ്റെ ഒരു ലെയർ കൊടുക്കുക. പിന്നെ ഈ ഒരു കപ്പ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ വരെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്താലും ബേക്കായി വരുമ്പോൾ ഇത് കുറച്ചൊന്ന് താന്നിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലത്തെ ലെയറും കൂടെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് ബ്രൗൺ കളറിൽ കിട്ടണമെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. ഒരു 190, ഞാനൊരു 190 വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വയ്ക്കും. അപ്പോൾ മുകളിൽ നല്ല ബ്രൗൺ കളറിൽ കിട്ടും. അല്ലെങ്കിൽ ഒരു പാനിലിട്ട് കുറച്ചൊന്ന് മുകളിലത്തെ ഭാഗം ഒന്ന് കളർ മാറുന്നവരൊന്ന് ഇട്ട് കൊടുത്താലും മതി.
ഇപ്പോൾ ഇവിടെ എല്ലാ കുനാഫ കപ്സും നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്ത പൊടിച്ചതും പിന്നെ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള റോസ് പെറ്റൽസുമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുനാഫ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതുപോലത്തെ മിനി സൈസിലെ കപ്പിലാണെങ്കിൽ ലിഡൊന്നും സാധാരണ വരത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്ലിങ് ഫിലിം എടുക്കുക. അതിലേക്ക് ഒരു കുനാഫ കപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം ഒരു 1/2 kg ബോക്സിനകത്തായിട്ടാണ് ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ച് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാണ് കൊടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് നമ്മൾ സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിനകത്ത് ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു കുനാഫ കപ്പിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 70 റുപ്പീസാണ്. പിന്നെ ചിലപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഇതിന് മുൻപ് ഞാൻ ഇട്ട ആ ഒരു കുനാഫ റെസിപ്പിയുടെ വീഡിയോ കൂടി കാണണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.